ഹലോ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദേവദൂതൻ സിനിമയിലെ ആരും ശ്രദ്ധിക്കാതെ പോയ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സിനിമയിലെ ആദ്യത്തെ ഡീറ്റെയിൽ, ജഗതി ആശുപത്രിയിലായി. ഇനി ഈ പ്രോഗ്രാം ആരെക്കൊണ്ട് ഡയറക്റ്റ് ചെയ്യിക്കണമെന്ന് ജനാർദ്ദനൻ ആലോചിക്കുന്ന സമയത്താണ് ഈ ജനാർദ്ദനൻ്റെ മുമ്പിൽ ഒരു പാവ മ്യൂസിക് പ്ലേ ചെയ്യുന്നത്. ഈ പാവയുടെ വോയിസ് മ്യൂസിക് കേട്ടിട്ടാണ് മോഹൻലാൽ മതിയെന്ന് ഇവർ തീരുമാനിക്കുന്നത്. എന്നാൽ ഈ പാവ തന്നെയാണ് മോഹൻലാലിൻ്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സീനിൽ മോഹൻലാലിൻ്റെ ചെയറിന് മുമ്പിലും ഇരിക്കുന്നത്. ഈ സ്ഥലത്ത് പോയി ഈ പ്രോഗ്രാം നടത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടായിരിക്കും മോഹൻലാൽ ഇത് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഡീറ്റെയിൽ, മാഡം ആഞ്ചലീന ഇഗ്നേഷ്യസിനെ കുറിച്ച് അറിയാൻ വിശാൽ കൃഷ്ണമൂർത്തി സേവാച്ചൻ്റെ അടുത്ത് പോകുന്നുണ്ട്. അതിനുശേഷം പിറ്റേ ദിവസം തന്നെ ഈ അച്ഛൻ മരിച്ചു പോവുകയാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഈ അച്ഛൻ വിശാൽ കൃഷ്ണമൂർത്തിയുടെ വരവിനായി മാത്രമാണ് ഇത്രയും കാലം ജീവിച്ചിരുന്നത്. ഇതിനുള്ള ഡീറ്റെയിൽസ് ജനാർദ്ദനൻ ഇതിന് തൊട്ട് മുമ്പുള്ള സീനിൽ തന്നെ മോഹൻലാലിനോട് പറയുന്നുണ്ട്. സിനിമയിൽ മൂന്നാമത്തെ ഡീറ്റെയിൽ, ജഗതിയും അവിടുത്തെ വേറെ പണിക്കാരും കൂടി പട്ടികൾ ഓടിക്കുന്ന സീനുണ്ട്. എന്നാൽ ആ പട്ടികൾക്ക് ശരീരമില്ലാതെ വോയിസ് മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. ഇതിൻ്റെ കാരണം മോഹൻലാൽ പറയുന്നത് ഈ പട്ടികൾക്ക് രൂപമില്ല, ശബ്ദം മാത്രമേ ഉള്ളൂ എന്നാണ്. മോഹൻലാൽ ഇതിൽ പറയുന്നതും ഈ പട്ടികൾ ഗോസ്റ്റ് ആണെന്നാണ്. ഇതിന് മറ്റൊരു കാരണം എന്തെന്ന് വെച്ചാൽ മഹേശ്വറിന് ഒരിക്കലും പട്ടികളെ കാണാൻ സാധിച്ചിരുന്നില്ല. കാരണം കാഴ്ചയില്ലായിരുന്നു, അതുകൊണ്ട് വോയിസ് മാത്രമേ കേട്ടിട്ടുള്ളൂ. മഹേശ്വരന് മരിക്കുന്ന സമയത്ത് ഈ പട്ടികളുടെ ശരീരം മഹേശ്വർ കണ്ടില്ല, വോയിസ് മാത്രമേ കേട്ടുള്ളൂ. അത് സൂചിപ്പിക്കുന്നതാണ് ഈ പട്ടികൾക്ക് വോയിസ് മാത്രമേ ഉള്ളൂ, ശരീരമില്ലാത്തത്. നാലാമത്തെ ഡീറ്റെയിൽ, മഹേശ്വർ മരിച്ചെന്നും മഹേശ്വറിൻ്റെ പ്രേതം അവിടെ തന്നെ ഉണ്ടെന്നും ആദ്യം അറിയാവുന്ന ആൾ മുരളിയാണ്. ഇത് സൂചിപ്പിക്കുന്നതാണ് മുരളിയുടെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന രക്ഷകൾ. ഈ രക്ഷകൾ കൊണ്ടാണ് മുരളിയെ മഹേശ്വർ ആക്രമിക്കാത്തത്. ഈ രക്ഷ മോഹൻലാലും മുരളിയും തമ്മിലുള്ള ഫൈറ്റിനിടയിൽ പൊട്ടിപ്പോവുകയും അത് പൊട്ടിപ്പോയതിന് ശേഷം മുരളി ചെളിക്കുണ്ടിൽ വീണ് മരിക്കുന്നതും നമുക്ക് കാണാവുന്നതാണ്. ആറാമത്തെ ഡീറ്റെയിൽ, മോഹൻലാലിൻ്റെ ക്യാരക്ടറായ വിശാൽ കൃഷ്ണമൂർത്തി മഹേശ്വറിൻ്റെ അസ്ഥികൂടം കണ്ടതിന് ശേഷം താഴേക്ക് ഇറങ്ങി വരുന്ന സീനിൽ മുരളിയെ കാണുന്നുണ്ട്. ആ സമയത്ത് മുരളി മോഹൻലാലിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ആ സീനിൽ മുരളിയില്ല. അവിടെ മഹേശ്വറിൻ്റെ ആത്മാവ് മോഹൻലാലിനെ കൊണ്ട് തോന്നിപ്പിക്കുന്നതാണ് മുരളിയെ. അങ്ങനെയാണ് മോഹൻലാലിനെ കാട്ടിലേക്ക് മുരളീനെ കാണാൻ ലീഡ് ചെയ്യിക്കുന്നതും അവിടെ വെച്ച് മുരളിയായിട്ടുള്ള ഫൈറ്റ് നടക്കുന്നതും. അതുകൊണ്ടാണ് കാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ മുരളിയുടെ ഷർട്ടിൻ്റെ കളർ ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്നത്. രണ്ടാമത്തെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മുരളി ചെളിക്കുണ്ടി വീണ് കിടക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, നിന്നെ ഇവിടെ എത്തിച്ചത് മഹേശ്വരനാണെന്നും എന്നെ കയറ്റുകയാണെങ്കിൽ ഞാൻ സത്യം മുഴുവൻ പറയാമെന്നും പറയുന്നുണ്ട്. ഇതിനർത്ഥം മുരളിയെ യഥാർത്ഥത്തിൽ മോഹൻലാൽ ആ സ്റ്റെയറിൻ്റെ താഴെ കണ്ടിട്ടില്ലെന്നാണ്. അവസാനത്തേത്, അലീനയുടെ അച്ഛൻ്റെ മരണം ആക്സിഡൻ്റ് ആണെന്നാണ് ആ സിനിമയിൽ അവർ വിശ്വസിക്കുന്നതും പറയുന്നത്. എന്നാൽ മഹേശ്വരനെ കൊല്ലുന്ന സീനിൽ നമുക്ക് കാണാം, മഹേശ്വരനെ പട്ടി കടിക്കുന്ന സമയത്ത് 2 കുതിരകൾ ആ കുതിരവണ്ടിയിൽ അപ്സെറ്റ് ആവുകയും അങ്ങനെ ആ കുതിരവണ്ടി പോയി ഇടിച്ചാണ് അലീനയുടെ അച്ഛൻ മരിക്കുന്നത്. ഇതിൻ്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുതിരവണ്ടിയിലുള്ള കുതിര പീയൂഷിനായിരുന്നു മഹേശ്വരന് ഏറ്റവും ഇഷ്ടം. ഈ കാര്യം അലീന മോഹൻലാലിനോട് പറയുന്ന സീൻ നമുക്ക് ആ സിനിമയിൽ കാണാവുന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അതൊരു ആക്സിഡൻ്റ് ആയിരുന്നില്ല, അതൊരു കൊലപാതകം തന്നെയായിരുന്നു.